വൈക്കം നിയോജക മണ്ഡലത്തിലെ പട്ടയമേള റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. CK ആശ MLA അധ്യക്ഷത വഹിച്ചു. 37 LA പട്ടയങ്ങളും 4 LT പട്ടയങ്ങളും ഉൾപ്പെടെ ആകെ 41 പട്ടയങ്ങളാണ് വിതരണം ചെയ്തത്. തലയാഴം വില്ലേജിലെ രാജീവ് ദശലക്ഷം പാർപ്പിട പദ്ധതിയിലെ 15, വടക്കേമുറി വില്ലേജിലെ രാജീവ് ദശലക്ഷം പാർപ്പിട പദ്ധതിയിലെ 12, ടിവിപുരം വില്ലേജിലെ ചെമ്മനത്തുകര IHDP നഗറിലെ 7, കല്ലറ കുലശേഖരമംഗലം വില്ലേജുകളിൽ 1 വീതവും LA പട്ടയങ്ങളാണ് വിതരണം ചെയ്തത്. വെച്ചൂർ, വെള്ളൂർ, നടുവിലെ തലയാഴം വില്ലേജുകളിൽ ഓരോ LT പട്ടയങ്ങളും വിതരണം ചെയ്തു. ടിവിപുരം വില്ലേജിലെ ചെമ്മനത്തുകര IHDP നഗറിൽ ITDPയുടെ കൈവശമുണ്ടായിരുന്ന ഭൂമി റവന്യൂ വകുപ്പിന് വിട്ടു നൽകിയതിനു ശേഷം 35 പ്ലോട്ടുകളിൽ 24 ഗുണഭോക്താക്കൾക്ക് കഴിഞ്ഞ സെപ്റ്റംബർ 12-ന് ടിവിപുരത്ത് നടന്ന ചടങ്ങിൽ വെച്ച് മന്ത്രി കെ രാജൻ പട്ടയം നൽകിയിരുന്നു. വസ്തു കൈമാറി ലഭിച്ച 11 ഗുണഭോക്താക്കളിൽ അർഹരായ 7 പേർക്കാണ് ഇന്നലെ റവന്യൂ വകുപ്പ് മന്ത്രി LA പട്ടയം വിതരണം ചെയ്തത്. ഇതോടുകൂടി ചെമ്മനത്തുകര IHDP നഗറിലെ അർഹരായ മുഴുവൻ പേർക്കും പട്ടയം വിതരണം ചെയ്തു കഴിഞ്ഞു. ഇതോടെ ചെമ്മനത്തുകര IHDP കോളനിയിലെ പട്ടയ വിഷയത്തിന് ശാശ്വത പരിഹാരം ഉണ്ടായിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ 1.5 വർഷമായി വൈക്കം താലൂക്ക് ഓഫീസിന് മുന്നിൽ നടന്നുവരുന്ന ഭൂസമരത്തിനും പരിസമാപ്തിയായി. വൈക്കം സത്യാഗ്രഹ സ്മാരക ഹാളിൽ നടന്ന ചടങ്ങിൽ ടിവിപുരം ഗ്രാമപഞ്ചായത്തിന് സ്മാർട്ട് വില്ലേജ് ഓഫീസ് നിർമ്മിക്കുന്നതിനായി സൗജന്യ 8 സെന്റ് സ്ഥലം വിട്ടു നൽകിയ തെക്കേടത്ത് പ്രഭാകരൻ നായരെ മന്ത്രി ചടങ്ങിൽ ആദരിച്ചു. ജില്ലാ കളക്ടർ ചേതൻ കുമാർ മീണ, ADMS ശ്രീജിത്ത്, വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S ബിജു, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശ്രീജി ഷാജി, PK ആനന്ദവല്ലി, P പ്രീതി, ജില്ലാ പഞ്ചായത്ത് അംഗം PS പുഷ്പമണി, നഗരസഭാംഗം എബ്രഹാം പഴയകടവൻ, ഡെപ്യൂട്ടി കളക്ടർ ഷാഹിന രാമകൃഷ്ണൻ, പാല RDO KM ജോസുകുട്ടി, വൈക്കം തഹസിൽദാർ വിപിൻ ഭാസ്കരൻ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ P ശശിധരൻ, MD ബാബുരാജ് എന്നിവർ പങ്കെടുത്തു. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന പ്രോഗ്രാമാണ്. കേരളത്തിലെ റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങളെ രേഖയിലാക്കുന്നതിനുവേണ്ടി നടത്തിക്കണമെങ്കിൽ വളരെ വലിയ വിജയം നേടിക്കൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് ശിക്ഷ റവന്യൂ വകുപ്പ് മുന്നോട്ട് പോകുക. കേരളത്തിൽ കഴിഞ്ഞ 2 ഗവൺമെന്റുകളുടെ കാലത്തായി കഴിഞ്ഞ 31-ാം തീയതി വിതരണം ചെയ്ത 10,000-ലേക്ക് പട്ടയങ്ങൾ കൂടി കൂട്ടിയാൽ 4,10,000-ലേറെ പട്ടയങ്ങൾ ഈ 2 വർഷക്കാലത്തെ ഗവൺമെന്റിന്റെ ഇടപെടൽ കൊണ്ട് വിതരണം ചെയ്യാൻ സാധ്യമായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട്, എല്ലാ ഉദ്ഘാടനങ്ങളും നടത്തുമ്പോൾ തന്നെ i4E ന്യൂസ് വൈക്കം.